എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ധനികരാവാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ധനികരുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നു ധനികരാവാൻ നമുക്ക് മുന്നിലുള്ള വഴികൾ അഥവാ മാർഗങ്ങൾ. ഈ ലോകത്ത് ധനികരാവുക എന്നത് ചിലർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ ചില ചിന്താരീതികളും പ്രവർത്തനങ്ങളും മാറ്റിയാൽ നമുക്ക് എല്ലാവർക്കും ധനികരാവാൻ സാധിക്കും. സമ്പന്നനായി ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ശീലങ്ങളുമാണ് നമ്മളെ സമ്പന്നതയിലേക്ക് നയിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതായത് മനസ്സാണ് ആയുധം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻഗാമികളെ പിന്തുടരുക എന്നതാണ്. ധനികരായവരെ നോക്കൂ. വോൾട്ട് ഡിസ്നി, ഇലോൺ മസ്ക്, എന്തിനേറെ നമ്മുടെ യൂസഫ് അലി സാർ വരെ ചെറുതിൽ നിന്ന് തുടങ്ങി സമ്പന്നതയിലേക്ക് എത്തിയവരാണ്. നിങ്ങളുടെ സ്വപ്നം വലുതായിരിക്കട്ടെ, എന്നാൽ ആദ്യത്തെ ചുവടുവെപ്പ് ചെറുതായിരിക്കണം. തുടക്കം എവിടെ നിന്നായാലും അതിനെ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, ആവശ്യമുള്ളത് മാത്രം ചിലവാക്കുക, ബാക്കിയുള്ളത് നിക്ഷേപിക്കുക. സാധാരണ എല്ലാവരും കയ്യിൽ കിട്ടുന്ന പണം മുഴുവൻ ചിലവഴിക്കുന്നവരാണ്. എന്നാൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നവർ നിക്ഷേപങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നു. ധനികരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യ പാഠം ചിലവുകൾ നിയന്ത്രിക്കുക എന്നതാണ്. ചിലവുകൾ നിയന്ത്രിച്ച് നിക്ഷേപങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. നാലാമത്തെ പ്രധാന കാര്യം, പുതിയ അറിവുകൾ നേടുക അഥവാ അപ്ഡേറ്റ് ആയിരിക്കുക. ലോകം വളരുന്നതിനൊപ്പം നമ്മുടെ അറിവുകളും ആശയങ്ങളും വളരേണ്ടതുണ്ട്. അഞ്ചാമത്തെ പ്രധാന പോയിന്റ്, ഒരു സമാന്തര വരുമാന ഉറവിടം ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾ ഉറങ്ങുമ്പോഴും വരുമാനം വരാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണമായി ഷെയർ മാർക്കറ്റിംഗിൽ നിക്ഷേപിക്കുക, പ്രോപ്പർട്ടിയിൽ നിക്ഷേപങ്ങൾ നടത്തുക, അതല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സുകൾ നടത്തുക. ഇതൊക്കെ സമാന്തര വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന മാർഗങ്ങളാണ്. ശ്രദ്ധ ബിസിനസ്സിലേക്കും സാധ്യതകളിലേക്കും തിരിക്കുക. ഒരു ജോലിക്ക് പുറമെ ബിസിനസ് ചിന്തയും വളർത്തിയെടുക്കുക. ധൈര്യം കാണിക്കുക, പരാജയങ്ങളെ പഠിക്കുക. ധൈര്യമാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പരാജയം ഒരു പാഠമാണ്. പരാജയങ്ങളിൽ നിന്ന് നേടുന്ന അനുഭവം വലിയ വിജയങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പാണ്. ചിന്താശക്തി വർദ്ധിപ്പിക്കുക. നിരന്തരം വരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തകൾ നിങ്ങളെ സമ്പന്നനാക്കും. മാത്രമല്ല, ആ ചിന്തകളെ ക്ഷമയോടെ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക. സമയത്തിന്റെ മൂല്യം. സമയം പണം പോലെയാണ്, എന്നാൽ പണത്തേക്കാൾ വിലയേറിയതാണ് സമയം. ഓരോ സെക്കൻഡിനെയും ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ധനികനാവുക എന്നത് ഒരു സ്വപ്നമല്ല, അത് മികച്ച ഒരു പ്രവർത്തനമാണ്. ആദ്യം ചിന്തയിലെയും പ്രവർത്തനത്തിലെയും ശീലങ്ങൾ മാറ്റുക. നന്നായി പ്രവർത്തിക്കുക. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഒരിക്കൽ ധനികനായാൽ നിങ്ങളുടെ വിജയകഥയും മറ്റുള്ളവർക്ക് പ്രചോദനമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.